ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻസ്. പൊതുവെ ആൾക്കാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രണ്ട് സർട്ടിഫിക്കറ്റുകളാണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അഥവാ അനന്തരാവകാശ സർട്ടിഫിക്കറ്റും സക്സഷൻ സർട്ടിഫിക്കറ്റ് അഥവാ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റും. ഇവ രണ്ടും ഒരു വ്യക്തിയുടെ മരണശേഷം അവകാശികളെ നിർണ്ണയിക്കാൻ സഹായിക്കുമെങ്കിലും അവയുടെ അധികാരപരിധിയും ഉപയോഗവും തമ്മിൽ സാരമായ വ്യത്യാസങ്ങളുണ്ട്. ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചും ഇവ രണ്ടും എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. ഒരാൾ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുടെയും ആനുകൂല്യങ്ങളുടെയും നിയമാനുസൃത അവകാശികളെ നിർണ്ണയിക്കുന്നതിനായി സർക്കാർ നൽകുന്ന ഔദ്യോഗിക രേഖയാണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അഥവാ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ്. മരണപ്പെട്ട ആളിൻ്റെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എന്നിവർക്കാണ് ഈ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കാൻ അർഹതയുള്ളത്. തഹസിൽദാറാണ് ഈ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നത്. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരുന്നതെന്ന് നോക്കാം. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞുള്ള പല സാഹചര്യങ്ങളിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒരു ആവശ്യരേഖയായി വന്നേക്കാം. മരണപ്പെട്ടവർ സർക്കാർ ഉദ്യോഗസ്ഥരോ പെൻഷൻ വാങ്ങിയിരുന്നവരോ ആണെങ്കിൽ അവരുടെ ഫാമിലി പെൻഷൻ, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി തുടങ്ങിയവ ലഭിക്കുന്നതിനും ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യുന്നതിനും ബാങ്ക് ഡെപ്പോസിറ്റ്സ്, ഷെയറുകൾ എന്നിവ അവകാശികളുടെ പേരിലേക്ക് മാറ്റുന്നതിനും ശമ്പള കുടിശ്ശിക കൈപ്പറ്റുന്നതിനുമൊക്കെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നേക്കാം. കൂടാതെ മരണപ്പെട്ട ആളിൻ്റെ പേരിലുള്ള ഭൂമി, വീട്, വാഹനങ്ങൾ, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഗ്യാസ് തുടങ്ങിയ കണക്ഷനുകൾ അവകാശികളുടെ പേരിലേക്ക് മാറ്റുന്നതിനും ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക ഇടപാടുകൾക്കും കോടതി സംബന്ധമായ കാര്യങ്ങൾക്കും ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് പകരം സിവിൽ കോടതികൾ നൽകുന്ന സക്സഷൻ സർട്ടിഫിക്കറ്റ് അഥവാ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വന്നേക്കാം. ഇനി ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ എന്നിവർക്കും മക്കളോ മാതാപിതാക്കളോ ജീവിച്ചിരിപ്പില്ലെങ്കിൽ മരിച്ച വ്യക്തിയുടെ സഹോദരങ്ങൾക്കും ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകാം. മരണപ്പെട്ട വ്യക്തിയുടെ നിയമപരമായ എല്ലാ അവകാശികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. കേരള സർക്കാരിൻ്റെ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി തഹസിൽദാർക്കാണ് അപേക്ഷ നൽകേണ്ടത്. ഇതിനായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെയും സമീപിക്കാം. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിനായുള്ള അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ സഹിതം മരണപ്പെട്ട വ്യക്തി താമസിച്ചിരുന്ന സ്ഥലത്തെ താലൂക്ക് ഓഫീസിലും അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം താഴെ പറയുന്ന രേഖകളുടെ പകർപ്പുകളും സമർപ്പിക്കേണ്ടതാണ്. മരണപ്പെട്ട ആളുമായുള്ള ബന്ധം, മറ്റ് അവകാശികളുടെ വിവരങ്ങൾ എന്നിവ കാണിച്ചുള്ള 20 രൂപ മുദ്രപത്രത്തിലെ സത്യവാങ്മൂലം, മരിച്ച ആളിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, അപേക്ഷകൻ്റെയും മറ്റ് അവകാശികളുടെയും ആധാർ കാർഡ്, വോട്ടേഴ്സ് ID, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ, മരണപ്പെട്ട വ്യക്തിയുടെ അപേക്ഷകൻ്റെയും അഡ്രസ് പ്രൂഫ് തുടങ്ങിയവയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട പ്രധാന രേഖകൾ. കൂടാതെ മരണപ്പെട്ട ആൾ സർക്കാർ ഉദ്യോഗസ്ഥനോ പെൻഷനറോ ആണെങ്കിൽ ബന്ധപ്പെട്ട സർവീസ് സർട്ടിഫിക്കറ്റുകളും പെൻഷൻ രേഖകളും സമർപ്പിക്കേണ്ടതാണ്. ഇനി അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാലുള്ള നടപടികൾ ഏതൊക്കെയെന്ന് നോക്കാം. അപേക്ഷ ലഭിച്ചതിന് ശേഷം ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറുടെ എൻക്വയറിക്കും റിപ്പോർട്ടിനുമായി അപേക്ഷ ഫോർവേഡ് ചെയ്യും. തുടർന്ന് വില്ലേജ് ഓഫീസർ അപേക്ഷകൻ്റെ വീട്ടിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തും. അടുത്ത ബന്ധുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും മറ്റും മൊഴികളെടുത്ത് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുകയും അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി തഹസിൽദാർക്ക് സമർപ്പിക്കുകയും ചെയ്യും. അതിനെ തുടർന്ന് ആ അപേക്ഷയിന്മേൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കുന്നതിനായി കേരള ഗസറ്റിൽ ഒരു വിജ്ഞാപനം പബ്ലിഷ് ചെയ്യും. ഇതിനായി 30 ദിവസത്തെ സമയം അനുവദിക്കുകയും ചെയ്യും. വിജ്ഞാപന കാലാവധിക്കുള്ളിൽ എതിർപ്പുകളൊന്നും ലഭിച്ചില്ലെങ്കിൽ തഹസിൽദാർ അപേക്ഷ അംഗീകരിച്ച് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അനുവദിക്കും. ഓൺലൈനായി അപേക്ഷിച്ചവർക്ക് ഡിസ്ട്രിക്ട് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. സാധാരണഗതിയിൽ ഈ നടപടികൾ പൂർത്തിയാകാൻ 45 ദിവസം മുതൽ 3 മാസം വരെ സമയമെടുത്തേക്കാം. ഇനി എന്താണ് സക്സഷൻ സർട്ടിഫിക്കറ്റ് അഥവാ പിന്തുടർച്ചാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് നോക്കാം. ഒരാൾ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജംഗമ ആസ്തികളുടെയും സാമ്പത്തിക നിക്ഷേപങ്ങളുടെയും നിയമപരമായ അവകാശം സ്ഥാപിക്കുന്നതിനായി സിവിൽ കോടതികൾ നൽകുന്ന ഒരു സുപ്രധാന രേഖയാണ് സക്സഷൻ സർട്ടിഫിക്കറ്റ്. ലളിതമായി പറഞ്ഞാൽ മരണപ്പെട്ട ആളുടെ ബാങ്ക് നിക്ഷേപങ്ങൾ, ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങിയവ കൈപ്പറ്റുന്നതിന് അവകാശികളെ നിയമപരമായി അധികാരപ്പെടുത്തുന്ന ഒരു കോടതി ഉത്തരവാണ് സക്സഷൻ സർട്ടിഫിക്കറ്റ്. ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 പ്രകാരമാണ് ഇത് നൽകപ്പെടുന്നത്. ഇത് തഹസിൽദാർ നൽകുന്ന അനന്തരാവകാശ സർട്ടിഫിക്കറ്റിൽ നിന്നും വ്യത്യസ്തമാണ്. മരണപ്പെട്ട വ്യക്തി ഒരു വിൽപ്പത്രം എഴുതി വയ്ക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആസ്തികൾ അവകാശികൾക്ക് കൈമാറ്റം ചെയ്യാനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതേസമയം മരണപ്പെട്ട ആൾ വ്യക്തമായ ഒരു വിൽപ്പത്രം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ സക്സഷൻ സർട്ടിഫിക്കറ്റ് അല്ല, കോടതിയിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു ഉത്തരവായ പ്രൊബേറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഇതുകൂടാതെ മരണപ്പെട്ട ആളിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലെ വലിയ നിക്ഷേപങ്ങൾ പിൻവലിക്കാനും ലോക്കലിലെ വസ്തുക്കൾ കൈപ്പറ്റാനും ഒക്കെ
ബാങ്കുകൾ സക്സഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ആവശ്യപ്പെടാറുണ്ട്. കമ്പനികളിലെ ഷെയറുകൾ, ഡിബഞ്ചറുകൾ തുടങ്ങിയവ അവകാശികളുടെ പേരിലേക്ക് മാറ്റുന്നതിനും ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട്, പ്രൊവിഡന്റ് ഫണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിംഗ് എന്നിവ ക്ലെയിം ചെയ്യുന്നതിനുമൊക്കെ സക്സഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരും. ഇനി സക്സഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നും ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നും നോക്കാം. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് എന്ന പോലെ മരണപ്പെട്ട ആളിൻ്റെ ഭാര്യ, ഭർത്താവ്, മക്കൾ, മാതാപിതാക്കൾ, അവർ ആരുമില്ലെങ്കിൽ സഹോദരങ്ങൾ എന്നിവർക്കായിരിക്കും സക്സഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാൻ കഴിയുക. മരണപ്പെട്ട ആളിൻ്റെ നിയമപരമായ എല്ലാ അവകാശികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവകാശികളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജില്ലാ കോടതിയിലോ മുനിസിപ്പൽ കോടതിയിലോ പെറ്റീഷൻ സമർപ്പിക്കാം. നിയമപരമായ മറ്റെല്ലാ അവകാശികളെയും എതിർകക്ഷികളായി ഹർജിയിൽ ചേർക്കേണ്ടതാണ്. ഇതൊരു പെറ്റീഷനായിട്ടാണ് കോടതിയിൽ ഫയൽ ചെയ്യേണ്ടത്. ഒരു അഭിഭാഷകൻ്റെ സഹായത്തോടെ ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ചാണ് പെറ്റീഷൻ തയ്യാറാക്കേണ്ടത്. മരണപ്പെട്ട വ്യക്തി അവസാനമായി താമസിച്ചിരുന്ന സ്ഥലത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആസ്തികൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ അധികാരപരിധിയിലുള്ള ജില്ലാ കോടതിയിലോ അല്ലെങ്കിൽ അതിനായി അധികാരപ്പെടുത്തിയ മുനിസിപ്പൽ കോടതിയിലോ ആണ് ഹർജിയിൽ സമർപ്പിക്കേണ്ടത്. ഇനി പെറ്റീഷനിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പെറ്റീഷണറുടെ പൂർണ്ണ വിവരങ്ങൾ, മരണപ്പെട്ട വ്യക്തിയുടെ പേര്, അഡ്രസ്സ്, മരണതീയതി, സ്ഥലം എന്നിവ, മരണപ്പെട്ട ആളിൻ്റെ നിയമപരമായ അവകാശികളുടെ പേരും അഡ്രസ്സും, ഏതൊക്കെ ആസ്തികൾക്കാണ് സർട്ടിഫിക്കറ്റ് വേണ്ടത് അതിൻ്റെ കൃത്യമായ പട്ടിക, ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ട് നമ്പർ, എമൗണ്ട്, ഷെയർ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയുടെ പട്ടിക, മരണപ്പെട്ട ആൾ വിൽപ്പത്രം എഴുതി വച്ചിട്ടില്ല എന്ന അഫിഡവിറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ്, ഹർജിക്കാരൻ്റെയും മറ്റ് അവകാശികളുടെയും തിരിച്ചറിയൽ രേഖകളുടെ പകർപ്പുകൾ, കൈപ്പറ്റാനുള്ള ആസ്തികളുടെ രേഖകൾ, അതായത് ബാങ്ക് പാസ്ബുക്ക്, ഡെപ്പോസിറ്റ് റെസീറ്റ്സ്, ഷെയർ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ തുടങ്ങിയവയാണ് പെറ്റീഷനോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ. പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനോടൊപ്പം ആസ്തികളുടെ ആകെ മൂല്യത്തിൻ്റെ നിശ്ചിത ശതമാനം കോർട്ട് ഫീയായും അടയ്ക്കണം. ഇനി കോടതി നടപടികൾ എന്തൊക്കെയെന്ന് നോക്കാം. ഹർജി ഫയലിൽ സ്വീകരിച്ച ശേഷം കോടതി മറ്റ് അവകാശികൾക്ക് നോട്ടീസ് അയക്കും. അതേസമയം പൊതുജനങ്ങൾക്ക് ആക്ഷേപം അറിയിക്കുന്നതിനായി ഹർജിയുടെ വിവരങ്ങൾ പ്രമുഖ പത്രങ്ങളിൽ പരസ്യം ചെയ്യാനും കോടതി നിർദ്ദേശിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ മറ്റവകാശികളോ പൊതുജനങ്ങളോ എതിർപ്പുകളോ ഉന്നയിച്ചില്ലെങ്കിൽ കോടതി ഹർജി അനുവദിക്കും. ആരെങ്കിലും ഹർജിയെ എതിർത്താൽ അതൊരു സിവിൽ കേസായി പരിഗണിച്ച് വാദം കേട്ട ശേഷമായിരിക്കും അന്തിമ വിധി പറയുന്നത്. അതിനു പുറമെ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് മുമ്പ് ആസ്തികളുടെ മൂല്യത്തിന് തുല്യമായ തുകയ്ക്കുള്ള ഒരു ഷുവർട്ടി ബോണ്ട് നൽകാൻ കോടതി ഹർജിക്കാരനോട് ആവശ്യപ്പെട്ടേക്കാം. ഇത് സർട്ടിഫിക്കറ്റ് ദുരുപയോഗം ചെയ്യില്ല എന്നുറപ്പാക്കാനാണ്. മേൽപ്പറഞ്ഞതെല്ലാ നടപടികളും പൂർത്തിയായാൽ കോടതി ഹർജിക്കാരന് സക്സഷൻ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് നൽകും. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റും സക്സഷൻ സർട്ടിഫിക്കറ്റും എന്താണെന്നും അവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും അവ എങ്ങനെ അപേക്ഷിക്കാമെന്നുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കിട്ട വിഷയം. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളുമായി പങ്കിടാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.